മുന്തിരിയിൽ നിന്നും പ്ലാസ്മ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഞാൻ പറയുന്നത് മാറ്ററിൻ്റെ നാലാമത്തെ അവസ്ഥയായ പ്ലാസ്മയെക്കുറിച്ചാണ്. 2 ഗ്രേപ്സ് തൊടുന്ന രീതിയിൽ മൈക്രോവേവിനുള്ളിൽ വെക്കുക. ഓൺ ചെയ്താൽ അതിശക്തമായ തീപ്പൊരികൾ കാണാം. ഇത് സാധാരണ തീയല്ല, മാറ്ററിൻ്റെ നാലാമത്തെ അവസ്ഥയായ പ്ലാസ്മയാണ്. ഇതിന് കാരണം മുന്തിരിയുടെ വലിപ്പവും അതിലെ വെള്ളവുമാണ്. മൈക്രോവേവുകൾ പ്രവർത്തിക്കുന്നത് 2.45 GHz ഫ്രീക്വൻസിയിലാണ്. വായുവിൽ ഇവയുടെ വേവ് ലെങ്ത് 12 സെൻറ്റിമീറ്ററാണ്. പക്ഷേ വെള്ളത്തിൽ ഇത് 1.4 സെൻറ്റിമീറ്ററായി കുറയും. കാരണം വെള്ളത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മൈക്രോവേവ്സിന് 9 ആണ്. മുന്തിരിയുടെ ഡയമീറ്ററും ഏകദേശം 1.4 സെൻറ്റിമീറ്ററാണ്. ഇപ്പോൾ വേവ് ലെങ്തും സൈസും സെയിമായി. ഇവിടെ റെസൊണൻസ് സംഭവിക്കുന്നു. അതായത് മുന്തിരി ഒരു ഡൈ ഇലക്ട്രിക് റെസൊനേറ്ററായി മാറുന്നു. ഉയർന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാരണം മൈക്രോവേവ്സ് പുറത്തേക്ക് പോകാനാകാതെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നു, ഡയമണ്ടിൽ ലൈറ്റ് കുടുങ്ങുന്നത് പോലെ. സിമ്പിളായി പറഞ്ഞാൽ 12 സെൻറ്റിമീറ്ററുള്ള മൈക്രോവേവ് ഇപ്പോൾ 1.4 സെൻറ്റിമീറ്ററായി കുറഞ്ഞ് മുന്തിരിക്കുള്ളിൽ ട്രാപ്പാകുന്നു. മുന്തിരികൾ തൊടുന്ന പോയിന്റിൽ എനർജി ഫോക്കസ് ചെയ്ത് ഒരു ഹോട്ട്സ്പോട്ട് ഉണ്ടാകുന്നു. ഇവിടെ ടെമ്പറേച്ചർ 5000 ഡിഗ്രി വരെ ആകും, അതായത് സൂര്യൻ്റെ സർഫസ് ടെമ്പറേച്ചർ. ഇതൊരു വളരെ ചെറിയ പോയിൻ്റാണ്. ഇത് വായുവിനെ അയോണൈസ് ചെയ്ത് പ്ലാസ്മ ഉണ്ടാക്കുന്നു. മഞ്ഞ നിറത്തിന് കാരണം മുന്തിരിയിലെ സോഡിയം അയോണാണ്. ഈ ഗ്രേപ്സിൻ്റെ സെൻറ്ററിൽ കുറച്ച് കോപ്പർ വയർ വെച്ചാൽ പ്ലാസ്മയുടെ നിറം പച്ചയാകുന്നത് കാണാം. കോപ്പർ ആറ്റങ്ങളുടെ എക്സൈറ്റേഷൻ കാരണമാണ് ഈ പച്ച നിറം ഉണ്ടാകുന്നത്. ഈ ഹൈ ടെമ്പറേച്ചറിൽ 1085 ഡിഗ്രി മെൽറ്റിംഗ് പോയിൻ്റുള്ള കോപ്പർ മെൽറ്റ് ചെയ്ത് ഒരു ബോൾ പോലെ ആകുന്നതും കാണാം.